ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ്. അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, കുറേ നാളായി നമ്മളിപ്പോൾ ചാനൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, ഒരു ഫുൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പോൾ നമ്മളൊരു ഫാമിൽ പശു പ്രസവിച്ചു, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ എടുത്തു. പിന്നെ അപ്പോൾ നമ്മുടെ ഫാമിലെ ബാക്കിയുള്ള അപ്ഡേഷൻസുകൾ, നമ്മുടെ ഫാമിലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. നിലവിലിപ്പോൾ നമ്മുടെ ഫാമിലെ എല്ലാ പശുക്കളും പ്രസവിച്ച എല്ലാ പശുക്കളും കറവയുണ്ട്. പിന്നെ ഇടക്കറവയുണ്ട്, ഫുൾ കറവ 2-3 പശുക്കളുണ്ട്. ബാക്കിയൊക്കെ ഇടക്കറവയും. പിന്നെ 7 മാസം ആവാറായിട്ടുള്ള പശുക്കളുണ്ട്. ചെന പിടിച്ച് 7 മാസം ആവാറുള്ള പശുക്കളുണ്ട്. എല്ലാ പശുക്കളും ഇപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് 110 ലിറ്റർ പാല് ഇപ്പോൾ നിലവിൽ നമുക്ക് ഫാമിൽ പ്രൊഡക്ഷൻ ഉണ്ട്. 110 ലിറ്റർ പാലിൽ നമ്മൾ 105 ലിറ്ററോളം നമ്മൾ വീടുകളിലേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. 5 ലിറ്റർ നമ്മൾ സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാ വീടുകൾക്ക് സെയിൽ ചെയ്യുന്നു. 66 രൂപ വെച്ച് നമ്മൾ പാക്ക് ചെയ്ത് എല്ലാ വീടുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്കൊരു 186ഓളം വീട് നമ്മൾ നിലവിൽ സെയിൽ ചെയ്യുന്നുണ്ട്. നോർമലി ഫാം പ്രോഫിറ്റബിളാണ്. കാര്യപ്പെട്ട അസുഖങ്ങളൊന്നും ഇതുവരെ നമ്മൾ ഫാമിൽ ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല എയർ സർക്കുലേഷൻ ഉള്ളതും ചൂട് കുറവുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ തൊഴുത്ത് കെട്ടിയിട്ടുള്ള ഏരിയ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ആകെ ഈ സുപ്രീം പോലത്തുള്ള ഒരു തീറ്റയാണ്. അതായത് PDDPയുടെ ഹാപ്പി പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. വേറെ എക്സ്ട്രാ തീറ്റകളൊന്നും കൊടുക്കുന്നില്ല. ഇതാണ് നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കുന്ന ഒരു ഫുഡ്. പിന്നെ നമ്മൾ പുല്ലും വൈക്കോലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 3 മാസമായിട്ട് ഞങ്ങളിപ്പോൾ ഈ ഒരു പാറ്റേണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചിലവിൽ വളരെയധികം വ്യത്യാസമുണ്ട്. തീറ്റയുടെ ചിലവ് നമ്മൾ മാക്സിമം കട്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് അസുഖങ്ങളോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെയായിട്ട് പശുക്കൾക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്നത് കാൽസ്യത്തിന് പകരം നീറ്റ് കാക്ക വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ തെളിയാണ് നമ്മൾ കാൽസ്യമായിട്ട് കൊടുക്കുന്നത്. പുല്ല് മെയിനായിട്ട് കൊടുക്കുന്നുണ്ട്. പുല്ല് അത്യാവശ്യം നല്ല തോതിൽ നമ്മൾ പുല്ല് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നത് ഇതുപോലെ വെള്ളത്തിൽ കലക്കിയാണ് കൊടുക്കുന്നത്. അതിപ്പോൾ പണിക്കാർ ചേഞ്ച് ആവുന്നതനുസരിച്ച് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. ചിലർ ജസ്റ്റ് ഒന്ന് കുതിർത്ത് കൊടുക്കും, വെള്ളമൊഴിച്ച് നല്ലോണം കുറുക്കി കൊടുക്കും. പിന്നെ ഞങ്ങൾ കറവ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുല്ലാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ഞങ്ങൾ തീറ്റ കൊടുക്കുന്നത്. ആ ഒരു ചേഞ്ചസ് ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ കറവ കഴിഞ്ഞ ഉടനെ നമ്മൾ പുല്ലിട്ട് കൊടുക്കും. പുല്ലിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പശുക്കൾ പുല്ലൊക്കെ തിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലത്തുള്ള കേസും സുപ്രീമും ഹാപ്പി പ്രൈം പോലത്തുള്ള തീറ്റകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ഫാം റൺ ചെയ്യുന്നത്. പശുക്കളെ ആരോഗ്യത്തിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മാക്സിമം ചിലവ് കുറച്ചിട്ടുള്ള ഒരു തീറ്റ തന്നെയാണ് നമ്മളിവിടെ ആ ഒരു തീറ്റ രീതിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആനപ്പാറ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷവും 9 മാസം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രോഫിറ്റബിളായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലോൺ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ട്. ലോൺ ഇല്ലാത്തൊരു ഫാമാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റബിളിൽ നമുക്ക് ഫാം റൺ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ 1 വർഷം ഞങ്ങൾ ഇൻഷുറൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2ാമത്തെ വർഷം മുതൽ ഞങ്ങളിപ്പോൾ എല്ലാ പശുക്കൾക്കും ഇൻഷുർ ചെയ്തിട്ടുണ്ട്. പുല്ല് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടെയുള്ള അടിപ്പുല്ലും പാൽവള്ളി അങ്ങനത്തെ കുറച്ച് വള്ളിച്ചെടികളും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഏകദേശം 5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നമ്മൾ പുൽകൃഷി ചെയ്തിട്ടുണ്ട്. 10 പശുവിന് ഒരു 5 ഏക്കർ പുൽകൃഷി വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പുല്ലാണ് നമുക്ക് മെയിനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ പുൽകൃഷി എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫാം നടത്തുന്നുണ്ടെങ്കിൽ. അപ്പോൾ 5 ഏക്കറോളം പുൽകൃഷി നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുല്ലിനൊരു ചെറിയ ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ പുല്ല് കൊടുക്കുന്നതുകൊണ്ടാണ് 2 നേരം എന്തായാലും ഞങ്ങൾ പുല്ല് കൊടുക്കുന്നുണ്ട്. പുല്ല് ഷോർട്ട് ആവുന്ന സമയത്ത് 1 നേരം വൈക്കോലും 1 നേരം പുല്ലാക്കി മാറ്റും. അപ്പോൾ പുതിയതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മെയിനായിട്ട് പുൽകൃഷി ചെയ്യുക. പുൽകൃഷിയിൽ ഒരു അത്യാവശ്യം നല്ല സ്പേസ് കണ്ടെത്തുക. പിന്നെ നമ്മൾ ഷെഡിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള അതേ ഫെസിലിറ്റി തന്നെയാണ്. ഫെസിലിറ്റീസിലൊന്നും ഞങ്ങൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നില്ല.
നമ്മൾ വർഷം കൂടുന്തോറും നമ്മളെ ഫാമിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മളിപ്പോൾ ഷെഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പോകണം. എല്ലാ പശുക്കൾക്കും സെപ്പറേറ്റ് ചെയ്യാൻ പോകണം. പശുക്കൾക്ക് ഒരു സെപ്പറേഷൻ വരുത്താൻ പോകണം. ഓരോ പശുക്കൾക്കും ഓരോ സെപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ സിസ്റ്റം ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ തൊഴുത്തിൻ്റെ റബ്ബർ മാറ്റ് ഇടണം. ഇപ്പോൾ നമ്മൾ റബ്ബർ മാറ്റൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു 3 റബ്ബർ മാറ്റ് ഇത്ര നാളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ ഒരു അത്യാവശ്യം നല്ല വെയിറ്റ് കൂടിയുള്ള പശുക്കൾക്ക് മാത്രമേ അത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഷെഡിൽ കുറച്ച് ഡെവലപ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഫാമിൽ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനം. അതായത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ പാൽ സെയിൽ മാത്രം ചെയ്താൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം മെച്ചം വരുന്നില്ല. അപ്പോൾ നമ്മൾ ബൈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്താണ് നമുക്ക് കൂടുതൽ പാൽ സെയിൽ ചെയ്യുന്നതിനായിട്ടും കൂടുതൽ വരുമാനം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2 വർഷത്തിട്ടുള്ള നമ്മുടെ അടുത്ത പ്ലാൻ അങ്ങനെയാണ്. അതായത് പകുതി ഇപ്പോൾ നിലവിൽ കിട്ടുന്ന പാലിൽ പകുതി പാൽ സെയിൽ ചെയ്തിട്ട് ബാക്കി വരുന്ന പകുതി പാൽ നമ്മൾ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് ഇട്ടാണ് നമ്മളെ ഏരിയയിൽ കൊടുക്കാൻ പറ്റുന്ന അത്ര മാക്സിമം റേറ്റ് ഇട്ടാണ് നമ്മളിപ്പോൾ ഓൾറെഡി സെയിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ലിറ്ററിന് 66 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ബൈ പ്രൊഡക്ട്സ് ആക്കുമ്പോൾ നമുക്ക് ഈ 66 എന്നുള്ളത് കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ബട്ടർ, ഗീ, പനീർ അങ്ങനത്തെയൊക്കെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനമാണ്. കാരണം നമുക്ക് കസ്റ്റമേഴ്സ് നിലവിൽ ഓൾറെഡി അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ ഈ പ്രൊഡക്റ്റുകൾ പാൽ സെയിൽ ചെയ്യുന്ന പോലെ തന്നെ ഹോം ഡെലിവറി തന്നെ ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പദ്ധതിയിലും കൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മേഖല വളരെ പ്രോഫിറ്റബിളാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, അസുഖങ്ങൾ വരാതെ നോക്കുക. മാക്സിമം നല്ല ഹീറ്റൊക്കെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള ഷെഡ് പണിയുക. മാക്സിമം പാല് വീടുകളിലേക്ക് സെയിൽ ചെയ്യാം. സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങൾക്കൊന്നും കൊടുക്കാതെ നമ്മൾ തന്നെ ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പാട് നമുക്ക് ഈ ക്ഷീരമേഖലയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും മടിക്കാണ്ട് തന്നെ അത് ചെയ്യുക. പലരും പല അഭിപ്രായങ്ങളായിരിക്കും പറയാം. പക്ഷെ നമുക്കത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു. മാക്സിമം ലോണിൽ എടുക്കാതെ തന്നെ ഫാം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ലോൺ എടുക്കുമ്പോഴാണ് നമുക്ക് ബാധ്യതകൾ കൂടും. ചെറിയ ലോണൊക്കെ എടുക്കാം, പക്ഷേ നമ്മൾ വലിയ ലോണുകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം മാക്സിമം നമ്മളതിലേക്ക് അടച്ചു പോകുന്നത്. കാരണം നമ്മൾ ഒരു പീരീഡ് ഒരു 5 വർഷം ഒക്കെ ആയിരിക്കും ഒരു ലോണിൻ്റെ കാലാവധി. അപ്പോൾ 5 വർഷം നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ ഈ ലോൺ അടിച്ച് തന്നെ തീർത്തേ പറ്റും. അപ്പോൾ നമുക്ക് ആ അധ്വാനിക്കുന്ന പൈസ നമുക്ക് കിട്ടാത്തൊരു ഫീല് നമുക്ക് കിട്ടും. ആ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലോണില്ലാണ്ട് തന്നെ നമ്മൾ ഷെഡ് പണിയാൻ ശ്രമിക്കുക. എല്ലാം തന്നെ ലോണില്ലാതെ തന്നെ മാക്സിമം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ക്ഷീരമേഖല പ്രത്യേകിച്ച് ലോണില്ലാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കണം. കാരണം നമ്മൾ ഇപ്പോൾ നിലവിൽ കാലാവസ്ഥയും ഒക്കെ വ്യത്യാസങ്ങളായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ഞാൻ ആദ്യം ഫാം തുടങ്ങിയപ്പോൾ ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. എങ്കിലും പിന്നീട് എനിക്ക് തോന്നി ഇൻഷുറൻസ് ചെയ്തതെന്നായിരിക്കും. കാരണം നമുക്കൊരു ഈ കഴിഞ്ഞ സീസണിൽ നല്ല ടെമ്പറേച്ചർ വന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു പശുവിന് ഞൊണ്ടിപ്പനി വന്നു. അത് 2ാമത്തെ പശുവിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പശുവിനെ പുറത്തേക്ക് മാറ്റി കെട്ടി. എന്നിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് ഓക്കെ ആയി. ഇപ്പോൾ അത് 2ാമത് പ്രസവിച്ചു. കുഴപ്പമില്ല, പാലൊക്കെ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് കൂടിയാണ് ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്തത്. ഇൻഷുറൻസ് നമുക്ക് വർഷം എടുക്കാൻ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആദ്യം നമ്മൾ പാൽ സെയിൽ ചെയ്യുന്ന പിന്നെ അടുത്ത സ്റ്റെപ്പ് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കാം. എന്തായാലും മെച്ചപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് ശ്രദ്ധിച്ചാൽ. പിന്നെ നമുക്കൊരു നമ്മുടെ അധ്വാനം ഒരു രസമുള്ളൊരു അധ്വാനമാണ് ഈ മേഖല എന്ന് പറയുമ്പോൾ. അത് നമ്മൾ ഒരു വർഷം കണ്ടിന്യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് ആ ഒരു ഇതിൽ ഇഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഫാമിലെ വിശേഷങ്ങൾ. ഇനി വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തും. ഞങ്ങളോരോ ഡെവലപ്മെൻറ്റും ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ
ചാനലൊന്ന് വാച്ച് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജുകളും കമൻറ്റുകളൊക്കെ ആയിട്ട് അയക്കാം. നമ്പറൊക്കെ ഞാൻ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ, ഞാനെന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബൈ.